സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് യുവ കോൺഗ്രസ് നേതാവ് ഡൽഹിയിൽ അറസ്റ്റിലായിരിക്കുന്നു. ആലപ്പുഴ സ്വദേശിയാണ് ഡൽഹിയിൽ അറസ്റ്റിലായിരിക്കുന്നത്. വിദേശ പഠനത്തിന് കുട്ടികളിൽ നിന്ന് പണം വാങ്ങി തട്ടിപ്പ് നടത്തിയ യുവ കോൺഗ്രസ് നേതാവാണ് അറസ്റ്റിലായിരിക്കുന്നത്. എന്തായാലും വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, എന്താണ് ഈ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ? ആര്യ, ശ്രീരാഗ് കമലാസനൻ എന്ന ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള കോൺഗ്രസ് നേതാവാണ്. യുവ കോൺഗ്രസ് നേതാവിനെയാണ് തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസിന്റെ പ്രത്യേക സംഘം ഡൽഹിയിൽ നിന്ന് അല്പസമയം മുമ്പ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾക്കൊപ്പം ആഷിഖ്, സതീഷ് കുമാർ, പിന്നെ മറ്റൊരാൾ, ഇങ്ങനെ 4 പേരാണ് ആകെ പിടിയിലായിരിക്കുന്നത് എന്നാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ. അവർ നൽകുന്ന വിശദീകരണം അനുസരിച്ച് വിദേശത്ത് ഉപരിപഠനം നടത്തുന്നതിന് വേണ്ട സഹായം ചെയ്തു നൽകാമെന്ന പേരിൽ DTN അസോസിയേറ്റ്സ് എന്ന പേരിൽ ഒരു കമ്പനി ഈ ശ്രീരാഗ് കമലാസനൻ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിരവധി വിദ്യാർത്ഥികളിൽ നിന്ന് അടക്കം കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് സൈബർ ക്രൈം പോലീസിന് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതിൽ 50 ലക്ഷം രൂപ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സൈബർ ക്രൈം പോലീസിന്റെ പ്രത്യേക സംഘം ഇയാൾക്ക് വേണ്ടി അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത്. മുംബൈയിലടക്കം വലിയ തരത്തിൽ വേരുകളുള്ളയാളാണ് ശ്രീരാഗ്. അതിനിടയിൽ ചില വിവരങ്ങൾ ലഭ്യമായതിനെ തുടർന്ന് ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനയിലാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് അയാൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിലെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ട്രാൻസിറ്റ് വാറന്റ് ലഭിച്ചതിന് ശേഷം മാത്രമേ തിരുവനന്തപുരത്തേക്ക് ഇയാളെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ഇവിടെ എത്തിച്ച ശേഷമാകും വിശദമായ ചോദ്യം ചെയ്യൽ. നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഇയാളുടെ പേരിൽ ഇത്തരത്തിൽ വിദേശത്ത് ഉപരിപഠനം നടത്താനും ഒപ്പം തന്നെ മൈഗ്രേഷനും വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തരാമെന്ന പേരിൽ നിരവധി ആളുകളിൽ നിന്നായി കോടിക്കണക്കിന് രൂപ ഈ ശ്രീരാഗ് തട്ടിയെടുത്തിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ വിവിധ സ്റ്റേഷനുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന പ്രാഥമികമായ സൂചനകളും വരുന്നു. എന്തായാലും തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസിന്റെ പ്രത്യേക സംഘമാണ് ഡൽഹിയിൽ നിന്ന് ശ്രീരാഗിനെ അല്പസമയം മുമ്പ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡാൻ, ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ അത് ഈ തട്ടിപ്പിനായി ഉപയോഗിച്ചിട്ടുണ്ടോ? അത് സംബന്ധിച്ച വ്യക്തമായ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലടക്കം കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾക്കൊപ്പവും സംസ്ഥാന നേതാക്കൾക്കൊപ്പവും നിൽക്കുന്ന ചിത്രങ്ങൾ നിരവധിയുണ്ട്. ആ ചിത്രങ്ങൾ ഇയാൾ പാർട്ടി നേതാവാണ് എന്ന തരത്തിലുള്ള ഒരു വിശ്വാസ്യത നേടിയെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല. കാരണം അത് ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം ഈ ആളുകളുടെ വിശ്വാസം നേടിയെടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഓരോരുത്തരിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപ ഈ തട്ടിപ്പിന്റെ ഭാഗമായി വിദേശത്ത് ഉപരിപഠനം നടത്തുന്നതിനുള്ള സഹായം ചെയ്തു തരാമെന്ന പേരിൽ അയാൾ വാങ്ങിച്ചിരിക്കാം എന്ന വിവരമാണ് നമുക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ ഇയാളെ മറ്റേതെങ്കിലും തരത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ സഹായിച്ചിട്ടുണ്ടോ, മറ്റാരുടെയെങ്കിലും പിന്തുണ ഇയാൾക്ക് ഇതിന് ലഭ്യമായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു വ്യക്തത വരേണ്ടതുണ്ട്. അത് തിരുവനന്തപുരത്ത് എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ അവർക്ക് ലഭ്യമാകുകയുള്ളൂ. എന്തായാലും ഡൽഹിയിലെ കോടതിയിൽ ഹാജരായി അവിടെ നിന്ന് ഈ ട്രാൻസിറ്റ് വാറന്റ് ലഭിക്കുന്നതിന് പിന്നാലെ തലസ്ഥാനത്ത് എത്തിച്ച് വിശദമായി ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഉപരിപഠനത്തിന് സഹായം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളിൽ നിന്ന് കോടികൾ തട്ടിയ യുവ കോൺഗ്രസ് നേതാവ് ഡൽഹിയിൽ അറസ്റ്റിലായിരിക്കുന്നു.